എല്ലാവർക്കും ഷാജീസ് ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോണത് സ്റ്റിച്ചിങ് മെഷീൻ്റെ മുകളിൽ, അതായത് മെഷീൻ്റെ സൈഡ് ഭാഗത്ത് ഇടുന്നൊരു മാറ്റാണ് കേട്ടോ. അതിനായിട്ട് 2 തുണിയാട്ടോ എടുത്തിട്ടുള്ളത്. അതിൽ ഒന്ന് കോട്ടനും മുകളിൽ പോളിസ്റ്റർ തുണിയാണ്. അതിൻ്റെ നടുഭാഗത്തായിട്ട് വെച്ച് കൊടുക്കാൻ ഞാൻ ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ എടുത്തിട്ടുണ്ട്. ഇത് കിറ്റിൽ വാങ്ങിയപ്പോൾ കിട്ടിയാട്ടോ, നമ്മൾ ആ പൊട്ടിക്കൂല അങ്ങനത്തെ ആ കവറാണത്. പല വലുപ്പത്തിലുള്ള കവറായതുകൊണ്ട് അത് ഞാൻ എല്ലാം ജോയിൻ ചെയ്തു കേട്ടോ. ഇതിൻ്റെ 4 സൈഡ് കൂടെ പിന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. വീഡിയോ കാണുന്നവർ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ലൈക്കും സബ്സ്ക്രൈബും തരണം കേട്ടോ. അതിൻ്റെ 4 സൈഡ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മുകളിലത്തെ തുണി വെച്ച് കൊടുത്തു. ഇതും 4 സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ മുകളിൽ നിന്ന് താഴേക്കും വിലങ്ങായിട്ടും പിന്നെ മാർക്ക് ചെയ്തിട്ട് അതിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ പോവാം. ഞാനിത് എൻ്റെ ഐഡിയക്ക് ചെയ്തതാട്ടോ. നിങ്ങൾക്ക് വേറെ ഐഡിയ തോന്നുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ. ഞാൻ എൻ്റെ ചാനലിൽ വേറെ വീഡിയോസുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഡോർ മാറ്റിൻ്റെ വീഡിയോകളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് പോയി കാണണേ. ഞാനിതിങ്ങനെ തയ്ക്കാൻ കാരണം മെഷീനിൽ കറയും ചെളിയൊക്കെ ആവില്ലേ, ഓരോ പോറലൊക്കെ വീഴൂലേ, അപ്പോൾ ഒരു സാധനങ്ങളൊക്കെ അറിയാതെ കൊണ്ടുവയ്ക്കുമ്പോൾ അങ്ങനെയൊക്കെ ആവില്ലേന്ന് വിചാരിച്ചിട്ട് വെറുതെ ഒന്ന് തയ്ച്ചിടാമെന്ന് വിചാരിച്ചതാട്ടോ. അപ്പോൾ തയ്ച്ചിട്ട് നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 4 സൈഡും വേറൊരു പീസ് കൊണ്ട് ബോർഡർ പിടിപ്പിച്ചു കേട്ടോ. പിന്നെ വേറൊരു പീസ് എടുത്തിട്ട് നീളത്തിൽ ഞാൻ ഇതേപോലെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ചെറിയ പീസ് വെട്ടിയെടുത്തിട്ട് ഇല പോലെ കട്ട് ചെയ്തു. അത് കുറച്ച് ഇലകൾ കട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്ത് മറിച്ചു കൊടുത്തു. നീളത്തിൽ തയ്ച്ച് വെച്ച തുണി കട്ട് ചെയ്തിട്ട് ഞാനത് ആ മാറ്റിൽ സ്റ്റിച്ച് ചെയ്തു. പിന്നെ ഇതൊരു പഴയ സ്വെറ്ററാണ് കേട്ടോ. അതിൽ കാണുന്ന നക്ഷത്രം പോലെയുള്ള ഇതൊക്കെ ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. കുറച്ച് പീസുകൾ റൗണ്ടായിട്ടും കട്ട് ചെയ്തെടുത്തു. ഇലകളൊക്കെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം പൂക്കൾ ഞാൻ അതിൽ ഒട്ടിച്ചു കൊടുത്തു കേട്ടോ, കുറേ പൂക്കൾ. ഇതൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്താട്ടോ. ചെയ്തു വന്നപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഈ വീഡിയോയിൽ 2 ഐഡിയകളാട്ടോ. ഇതിന് ശേഷം വാഷിംഗ് മെഷീൻ്റെ മുകളിലിടുന്ന ഒരു കവർ ഞാൻ അടിച്ചിട്ടുണ്ട്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തത് വാഷിംഗ് മെഷീൻ്റെ കവറാട്ടോ. വാഷിംഗ് മെഷീൻ്റെ മുകളിലത്തെ ഭാഗം അളന്ന് അതേ അളവിൽ അതേ അളവിൽ വെച്ചാൽ 2 ഇഞ്ച് കൂട്ടി വെട്ടിയെടുത്താൽ മതി. അതിനുശേഷം ആ വെട്ടിയെടുത്ത തുണിയുടെ 4 സൈഡും വെക്കാനായിട്ട് 4 പീസ് വെട്ടിയെടുക്കണം കേട്ടോ, അതേ അളവിൽ. മെഷീൻ്റെ അളവിൻ്റെ 2 ഇഞ്ച് കൂട്ടിയെടുത്തിട്ടുണ്ട്.
മുകളിലത്തെ തുണിയുടെ 4 സൈഡും ഓരോ പീസും വെച്ച് ജോയിൻ്റ് ചെയ്യുക. ഇങ്ങനെ ജോയിൻ്റ് ചെയ്തതിന് ശേഷം 4 കോർണർ ലാസ്റ്റ് ജോയിൻ്റ് ചെയ്താലും മതി. അല്ലെങ്കിൽ പിന്നെ ആദ്യം ഒരു പീസ് മുകളിലത്തെ തുണിയിൽ വെച്ച് അടിച്ചതിന് ശേഷം അതിൻ്റെ ചെറിയ പീസ് യോജിപ്പിച്ച് അങ്ങനെ വലിയ പീസോട് കൂടെ അങ്ങനെ യോജിപ്പിച്ച് പോയാൽ മതി. ഈസിയാണ് തയ്ച്ചെടുക്കാൻ, വേഗം തയ്ച്ചെടുക്കാൻ പറ്റും. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിലിട്ടാൽ അത് വേഗം ഊരാനും പറ്റും. പൊടിയൊന്നും പിടിക്കില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ്. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക.